കേരളം ഇനി ആര് ഭരിക്കും എന്നൊരു ചോദ്യമുണ്ട്. ഇപ്പോൾ ഭരണ തെരഞ്ഞെടുപ്പ് നടക്കുകയാണ്. ഈ തെരഞ്ഞെടുപ്പിന് ശേഷം വരുന്ന തെരഞ്ഞെടുപ്പ് നിയമസഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ ആര് വിജയിക്കും, ആര് ഭരിക്കും? പക്ഷേ കോൺഗ്രസ് ആണ് വിജയിക്കുന്നതെങ്കിൽ എനിക്ക് സാറിൻ്റെ അടുത്ത് ചോദിക്കാനുള്ളത്, കോൺഗ്രസ് ആണ് വിജയിക്കുന്നതെങ്കിൽ ആര് ഭരിക്കും? അത് കോൺഗ്രസ് ആയിരിക്കുമോ ഭരിക്കുന്നത്, അതോ ഇല്ലെങ്കിൽ മറ്റാരെങ്കിലും ആയിരിക്കുമോ എന്നുള്ളത്? അല്ല, ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസം ഇന്ന് ശശി തരൂരായിട്ടുള്ള ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു, മനോരമയിൽ ഷാനി പ്രഭാകർ. അപ്പോൾ അതിനകത്ത് ശശി തരൂർ പറയുന്നൊരു കമൻ്റ് ഉണ്ട്. കോൺഗ്രസിനെ സംബന്ധിച്ച് ഒരുപാട് മുഖ്യമന്ത്രി സ്ഥാനാർത്ഥികളുണ്ട്, ആരാണ് മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി എന്ന് ആർക്കും അറിയില്ല. അത് പ്രതിപക്ഷ നേതാവാകായിരിക്കാം, മുൻ KPCC പ്രസിഡൻ്റ് ആയിരിക്കാം, ഇപ്പോഴത്തെ KPCC പ്രസിഡൻ്റ് ആയിരിക്കാം, അതല്ലാത്ത ഓൾ ഇന്ത്യ സംഘടനാ സെക്രട്ടറി ആണെന്ന് അറിയില്ല. ആർക്ക് വേണമെങ്കിലും മുഖ്യമന്ത്രിയായിട്ട് വരാനുള്ള സാധ്യതയുണ്ട്. ഈ മുഖ്യമന്ത്രിയായിട്ട് വരാനുള്ള സാധ്യതയിൽ സാധാരണ രീതിയിൽ നമ്മൾ തീരുമാനിക്കുന്നത് കോൺഗ്രസിൻ്റെ ഹൈക്കമാൻഡ് തീരുമാനിക്കുക. പണ്ടൊക്കെ അങ്ങനെയാണ്. ഇപ്പോൾ കെ കരുണാകരൻ്റെ കാലത്ത്, എ കെ ആൻ്റണിയുടെ കാലത്തൊക്കെ, എ കെ ആൻ്റണിയുടെയൊക്കെ നമുക്കറിയാം 1998 മറ്റാണ് അദ്ദേഹം അവിടെ നിന്ന് പ്രത്യേകമായിട്ടുള്ള ഫ്ലൈറ്റ് ചാർട്ട് ചെയ്ത് അദ്ദേഹം കേരളത്തിലെത്തി. കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായിട്ട് അദ്ദേഹം സത്യപ്രതിജ്ഞ ചെയ്തു. അങ്ങനെയൊക്കെ പഴയ കാലത്ത് ചെയ്യാൻ പറ്റും. ഇന്നിപ്പോൾ ഹൈക്കമാൻഡിന് ഇക്കാര്യത്തിൽ യാതൊരു റോളും ഇല്ല. ഇപ്പോൾ അവർക്ക് വേണമെങ്കിൽ ഒരു പേര് വേണമെങ്കിൽ സജസ്റ്റ് ചെയ്യാം. ഒരുപക്ഷെ രാഹുൽ ഗാന്ധിയോട് ചോദിച്ചാൽ അദ്ദേഹത്തിന് സജസ്റ്റ് ചെയ്യാവുന്ന പേര് KC വേണുഗോപാലിൻ്റെ പേരാണ്. അപ്പോൾ KC വേണുഗോപാലിൻ്റെ സ്ഥാനാർത്ഥിയാണ്, അല്ലെങ്കിൽ പ്രതിപക്ഷ നേതാവ് മറ്റ് സ്ഥാനാർത്ഥിയാണ്, KPCC പ്രസിഡന്റ് വേണമെങ്കിൽ സ്ഥാനാർത്ഥിയാകാം, അതേപോലെ തന്നെ ശശി തരൂരിന് വേണമെങ്കിൽ സ്ഥാനാർത്ഥിയാകാം, രമേശ് ചെന്നിത്തലയ്ക്ക് വേണമെങ്കിൽ സ്ഥാനാർത്ഥിയാവാം, ഇവർക്കൊക്കെ സ്ഥാനാർത്ഥിയാവാം. പക്ഷേ ഇവർക്കെല്ലാവർക്കും തിരിച്ചറിവുള്ളൊരു വസ്തു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് തീരുമാനിക്കുന്നതിൽ ഹൈക്കമാൻഡിന് പങ്കില്ല. പണ്ട് ഹൈക്കമാൻഡ് തീരുമാനിച്ചിരുന്നത്, ഇന്നിപ്പോൾ തീരുമാനിക്കുന്ന ഹൈക്കമാൻഡല്ല. നിങ്ങൾ ഉറപ്പിച്ചു തീരുമാനിച്ചോളൂ, ഈ പറയുന്ന ആളുകളൊക്കെ അടുത്ത ദിവസങ്ങളിൽ ഈ ലോക്കൽ ബോഡി ഇലക്ഷൻ കഴിഞ്ഞാൽ ഇവരൊക്കെ പാണക്കാടേക്ക് പോകും. അവിടെ ചെന്ന് തങ്ങളുടെ ആശീർവാദം മേടിക്കാൻ നോക്കും. അവിടെ ചെന്ന് ബിരിയാണിയും കഴിച്ചിട്ട് തങ്ങളുടെ ഇന്ന് ആശീർവാദത്തിന് വേണ്ടി അദ്ദേഹത്തിൻ്റെ കയ്യും മുത്തിക്കൊണ്ട് നിൽക്കുന്ന കേരളത്തിലെ കോൺഗ്രസിൻ്റെ നേതാക്കന്മാരെ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. കാരണം കേരളത്തിലെ കോൺഗ്രസിൻ്റെ മുഖ്യമന്ത്രി, കോൺഗ്രസിന് അധികാരം കിട്ടിയാൽ, അധികാരം കിട്ടുന്ന നിർബന്ധമൊന്നുമില്ല കേട്ടോ, അങ്ങനെ അധികാരം കിട്ടിയാൽ ആരാണ് മുഖ്യമന്ത്രി ആകേണ്ടതെന്ന് തീരുമാനിക്കുന്നത് മുസ്ലിം ലീഗാണ് തീരുമാനിക്കേണ്ടത്. മുസ്ലിം ലീഗിൻ്റെ പാണക്കാട് നിങ്ങൾ തീരുമാനിക്കുന്ന ആൾ മുഖ്യമന്ത്രിയാവും കേരളത്തിൽ. ഒരു റോളും ഇക്കാര്യത്തിൽ കേരളത്തിൽ കോൺഗ്രസിനെ സംബന്ധിച്ചില്ല. അപ്പോൾ നമുക്ക് ചിലപ്പോൾ തോന്നും മുസ്ലിം ലീഗിൻ്റെ ആളെയല്ലേ ആക്കുക എന്നാണ്. അങ്ങനെ ആക്കണം നിർബന്ധമില്ല, അതിന് ചരിത്രമുണ്ട്. പഴയ കാലത്ത് കെ കരുണാകരനെ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാക്കുന്നതിൽ വലിയ പങ്കുവഹിച്ചത് ഇവിടെ തൃശ്ശൂരിൽ ആർച്ച് ബിഷപ്പായിട്ടുള്ള ഇയാൾ ബിഷപ്പായിട്ടുള്ള കുണ്ടുകുളമാണ്. കുണ്ടുകുളം തീരുമാനിച്ചു, കെ കരുണാകരൻ മുഖ്യമന്ത്രിയായി. അവരെ സംബന്ധിച്ച് എ കെ ആൻ്റണിയേക്കാളും മറ്റുള്ളവരെക്കാളൊക്കെ മികച്ച മുഖ്യമന്ത്രി ക്രൈസ്തവ സഭയെ സംബന്ധിച്ച് അക്കാലത്ത് കെ കരുണാകരനായിരുന്നു. സമാനമായിട്ടുള്ള രീതിയിലാണ് മുസ്ലിങ്ങളെ സംബന്ധിച്ചും. മുസ്ലിം മതവിഭാഗങ്ങളിൽ പിന്നാക്കക്കാരെ സംബന്ധിച്ചും മുന്നാക്കക്കാരെ സംബന്ധിച്ചും ഒരേപോലെ തന്നെ അവർ കാര്യങ്ങൾ നടപ്പിൽ വരുത്താൻ സാധിക്കുന്നത് PK കുഞ്ഞാലിക്കുട്ടിക്കല്ല എന്നുള്ളവരും തങ്ങൾക്കറിയാം. മറിച്ച് PK കുഞ്ഞാലിക്കുട്ടിയേക്കാളും ഏറ്റവും സേഫായിട്ടുള്ള ഭാഗം അവരെ സംബന്ധിച്ച് വരുന്നത് ഏതെങ്കിലും കോൺഗ്രസിൻ്റെ നേതാവിനെ അയാളെ പിടിച്ചും. ഇപ്പം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, അടുത്ത കാലത്ത് കോൺഗ്രസ്സിലേക്ക് ചില ആളുകൾ കാലുമാറി ചെന്നിട്ടുണ്ട്. ഈ കാലുമാറി ചെന്നവർക്ക് ആദ്യം പോയത് എവിടെയാണ്? അവരാരും ഇന്ദിരാഭവനിൽ പോയിട്ടില്ലല്ലോ, അവർ തിരുവനന്തപുരത്തേക്ക് പോയില്ല, അവർ നേരെ പോയത് പാണക്കാടേക്കാണ് പോയത്. പാണക്കാട് ചെന്നിട്ട് പാണക്കാട് തങ്ങളുടെ മുമ്പിൽ സാഷ്ടാംഗം നമസ്കരിച്ച് അവിടെ നിന്ന് കൊടുത്തിട്ടുള്ള ആ ബിരിയാണി എടുത്ത് അടിച്ച് ചിക്കൻ ബിരിയാണിയും കഴിച്ചിട്ടുള്ള അമൃതയത്തും കഴിച്ചിട്ടുള്ള വന്നിട്ടുള്ള ആളുകളാണ് പിൽക്കാലത്ത് കോൺഗ്രസിൻ്റെ ഖദർ വസ്ത്രം ധരിച്ചിട്ടുള്ള പലരും. ഇപ്പം ഇത് കേരളത്തിൽ വ്യാപകമാണ്. കേരളത്തിൽ കോൺഗ്രസ് പ്രസ്ഥാനത്തിനിടയ്ക്ക് പഴയ കാലത്ത് കോൺഗ്രസിൻ്റെ സ്വാധീനം ഉണ്ടായിരുന്നത് ക്രൈസ്തവ സമൂഹത്തിൻ്റെ താല്പര്യങ്ങളാണ്. ബിഷപ്പ്മാർക്കാണ് താല്പര്യം ഉണ്ടായിരുന്നത്. ഒരു സമയത്ത് ഹൈന്ദവ നേതൃത്വത്തിന് താല്പര്യം ഉണ്ടായിരുന്നു, സ്വാധീനം ഉണ്ടായിരുന്നു. NSSന് ഇപ്പം നമുക്കറിയാം NSSൻ്റെയൊക്കെ സമീപനം മാറി. NSS സമീപനം മാറ്റാനുള്ള പ്രധാനപ്പെട്ട കാരണം കോൺഗ്രസിൽ നിന്ന് NSSന് ഒരു നേട്ടം ഉണ്ടാവാൻ വേണ്ടി പോകണില്ല, ഒരു നേട്ടം ഉണ്ടാവില്ല. അത് സുകുമാരൻ നായർക്ക് നല്ല നിശ്ചയമുണ്ട്. ആ നിശ്ചയമുള്ളതിൻ്റെ പേരിലാണ് സുകുമാരൻ നായർ ഇപ്പോൾ കയ്യാലപ്പുറത്ത് കയറിയിരിക്കുക. അപ്പോൾ കോൺഗ്രസിൽ നിന്ന് വിടുകയും ചെയ്തു, അടുത്ത സ്ഥലം തേടി പിടിച്ചിട്ടുമില്ല. ഏതാണെങ്കിലും അദ്ദേഹത്തെ സംബന്ധിച്ചൊരു സ്ഥലം അദ്ദേഹം തേടി പിടിക്കാൻ സാധ്യതയുണ്ട്. അപ്പം അങ്ങനെ കോൺഗ്രസിനെ സംബന്ധിച്ച് കോൺഗ്രസിൻ്റെ വളരെ വർഷങ്ങളായിട്ട് കോൺഗ്രസിൻ്റെ പിന്നിൽ അണിനിരന്നിരുന്ന ജനവിഭാഗങ്ങൾ ഓരോന്നായിട്ട് കോൺഗ്രസിൽ നിന്ന് വിട്ടുകൊണ്ടിരിക്കുകയാണ്. ക്രൈസ്തവ സമൂഹം പൂർണ്ണമായിട്ട് ഏകദേശം വിട്ടുകഴിഞ്ഞു എന്ന് വേണമെങ്കിൽ പറയാം. അവർ വിട്ടുകൊണ്ടിരിക്കുകയാണ്, കാരണം അവർക്ക് നിലനിൽപ്പില്ല. മുനമ്പ സംഭവത്തിലടക്കം കോൺഗ്രസിൻ്റെ നിലപാട് ക്രൈസ്തവ സമൂഹത്തിന് കൂടെ ആയിരുന്നില്ല. ഇവിടെ പള്ളുരുത്തിൽ ഹിജാബിൻ്റെ സംഭവത്തിൽ ക്രൈസ്തവ സഭയുടെ കൂടെയായിരുന്നില്ല. ക്രൈസ്തവ സഭയ്ക്കെതിരായിക്കൊണ്ട് ഇസ്ലാമിക തീവ്രവാദികൾക്ക് അനുകൂലമായിട്ടുള്ള നിലപാടുകളാണ്
കേരളത്തിൽ കോൺഗ്രസ് നേതൃത്വം സ്വീകരിച്ചത്. ഇതിൻ്റെയൊക്കെ പിന്നിലുള്ള വളരെയധികം വേദനയും ദുഃഖവും സങ്കടമൊക്കെ കേരളത്തിലെ ക്രൈസ്തവ സഭകൾക്കുണ്ട്. പക്ഷേ എനിക്കൊരു സംശയം എന്ന് വെച്ചാൽ കോൺഗ്രസ് അധികാരത്തിൽ വന്നു, മുസ്ലിം ലീഗ് തീരുമാനിച്ചു, ഇല്ലെങ്കിൽ പാണക്കാട് നിന്ന് തീരുമാനിച്ചു ആരാവണം മുഖ്യമന്ത്രി എന്ന്. എങ്കിലും ഇത് ലീഗിൻ്റെ കയ്യിൽ ഭരണം ഒതുങ്ങുമോ? അതിൽ വേണം നിർബന്ധമില്ല. ഇപ്പം മുസ്ലിം ലീഗ് പഴയ കൂട്ട് കേരളത്തിലെ മുസ്ലിങ്ങൾ വിചാരിക്കുന്നത് ലീഗിൻ്റെ കയ്യിൽ ഭരണം വേണമെന്ന് അവർക്ക് നിർബന്ധമൊന്നുമില്ല. ലീഗിന് ഭരിക്കാൻ സാധിക്കുന്ന ആളെ കൊണ്ട് ഭരണം നടത്തിച്ചാൽ മതി. അവരിപ്പോൾ ഈ പഴയ കാലത്ത് ഇപ്പോൾ തന്നെ പലരും പരിപാടികൾ എല്ലാവരും ബാക്ക് സീറ്റ് ഡ്രൈവിംഗ് ഇഷ്ടപ്പെടുന്നവരാണ്. പാണക്കാട് തങ്ങൾ ഇഷ്ടപ്പെടുന്ന ബാക്ക് സീറ്റ് ഡ്രൈവിംഗ് ആണ്. കാരണം ലീഗിൽ കുഞ്ഞാലിക്കുട്ടിയെ കൊണ്ടോ ബഷീറിനെ കൊണ്ടോ ഒരു കാര്യങ്ങൾ പറഞ്ഞ് നടപ്പിൽ വരുത്തിക്കുന്നതിനേക്കാൾ അദ്ദേഹത്തിന് വളരെ എളുപ്പമാണ് കോൺഗ്രസ് നേതാക്കന്മാരെ കൊണ്ട് അനുസരിപ്പിക്കാൻ. കാരണം കോൺഗ്രസ് നേതാക്കന്മാർ നിങ്ങൾ പിന്തുണ ഞാൻ പിന്നിലിക്കട്ടോ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പേടിച്ച് വിറയ്ക്കാത്തൊരൊറ്റ കോൺഗ്രസ് നേതാവൊന്നും കേരളത്തിൽ നിലവിലില്ല. കേരളത്തിലെ സകല ഇപ്പോൾ വലിയ ഡംഭിൽ സംസാരിക്കുന്ന കോൺഗ്രസിൻ്റെ നേതാക്കന്മാരൊക്കെ ഉണ്ട്. ഈ പറയുന്ന നേതാക്കന്മാർക്കൊക്കെ തന്നെ മുസ്ലിം ലീഗിൻ്റെ നേതാക്കന്മാരെ കണ്ടാൽ പാണക്കാട് തങ്ങളെ കണ്ടിട്ടുണ്ടെങ്കിൽ ഇവരുടെ എല്ലാം മുട്ടുകാൽ കൂട്ടിയിടിക്കും. ഇവർക്ക് ആവശ്യം പാണക്കാട് തങ്ങളുടെ പിന്തുണയാണ്. ആ പാണക്കാട് തങ്ങളുടെ പിന്തുണയ്ക്ക് വേണ്ടിയിട്ട് ഏതറ്റം വരെ താഴാൻ ഇവരൊക്കെ തയ്യാറാണ്. അതുകൊണ്ട് അതിപ്പോൾ നമുക്ക് എല്ലാ മണ്ഡലത്തിലും നോക്കിയറിയാം. നമ്മുടെ ഈ പറയുന്ന സോക്കോൾഡ് നേതാക്കന്മാരൊക്കെ മത്സരിക്കുന്ന മണ്ഡലങ്ങളിലൊക്കെ 15% തുടങ്ങിയിട്ട് 30% വരെയൊക്കെയുള്ള മുസ്ലിം പോപ്പുലേഷനുള്ള സ്ഥലങ്ങളിൽ SDPIയുടെയും പോപ്പുലർ ഫ്രണ്ടിൻ്റെയും അതേപോലെ തന്നെ വെൽഫെയർ പാർട്ടിയുടെയും മുസ്ലിം ലീഗിൻ്റെയും പിന്തുണ, ഈ പിന്തുണ ഉള്ള മണ്ഡലത്തിലാണ് ഈ പറയുന്ന കോൺഗ്രസിൻ്റെ നേതാക്കന്മാരൊക്കെ മത്സരിക്കുന്നത്. ഞാൻ ആരും പേര് ഞാൻ പറയുന്നില്ല, എല്ലാ നേതാക്കന്മാരും എങ്ങനെ മത്സരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് അവരെ സംബന്ധിച്ചൊക്കെ അവർക്ക് അസംബ്ലിയിലെത്തണമെങ്കിലും മുഖ്യമന്ത്രിയാവണമെങ്കിലും മന്ത്രിസഭയുണ്ടാക്കണമെങ്കിലും ഒക്കെ തന്നെ മുസ്ലിം സമൂഹത്തിൻ്റെ പിന്തുണ ആവശ്യമാണ്. ഈ മുസ്ലിം സമൂഹം എന്ന് ഉദ്ദേശിക്കുന്നത് പാണക്കാട് തങ്ങൾ വഴിക്ക് അവർക്ക് കരസ്ഥമാക്കേണ്ട ഇസ്ലാമിക തീവ്രവാദികളുടെ പിന്തുണയാണ്. അത് കോൺഗ്രസിനെ സംബന്ധിച്ച് ഭാവിയിൽ ഒരുപക്ഷെ ഇനിയിപ്പോൾ ആരെങ്കിലും കോൺഗ്രസിന് ഭരണം കിട്ടാൻ സാധ്യതയുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അഥവാ കിട്ടിയാൽ പോലും അത് കോൺഗ്രസിൻ്റെ അവസാനത്തെ ഭരണമായിരിക്കും ഇത്. അല്ല, അപ്പോൾ ഒരു ഫണ്ടമെൻ്റലിസ്റ്റുകളുടെ ഭരണമായിട്ട് മാറില്ലേ കേരളത്തിൽ? ഒരു സംശയമില്ല. കേരളം ഇസ്ലാമിക തീവ്രവാദികളുടെ കയ്യിലേക്ക് പോകാൻ പോവാണ്. വലിയ പതനമാണത്. ആ പതനത്തിലേക്ക് എത്തിക്കുന്നത് കോൺഗ്രസ്സാണ്. അതിനകത്ത് ഇപ്പം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ഒരു സമയത്ത് ഇപ്പം കേരളത്തിൽ പിണറായി വിജയൻ എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത്? പിണറായി വിജയൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇത് തന്നെയാണ്. അത് തന്നെയാണ് കോൺഗ്രസ് അധികാരത്തിൽ വന്നാലും ചെയ്യാവുന്നത്. ആകെ കോൺഗ്രസ് അധികാരത്തിൽ വരുന്ന സമയത്ത് ഇസ്ലാമിക തീവ്രവാദികളോടൊപ്പം തന്നെ ഇവരുടെ അഴിമതി കൂടി കൂട്ടത്തിൽ വരുന്നുള്ളതാണ്. ഇവരെല്ലാവരും അഴിമതിക്കാരാവും. ഇന്നിപ്പോൾ കേരളത്തിൽ പിണറായി വിജയൻ്റെ സർക്കാരിൽ പിണറായി വിജയൻ അഴിമതിക്കാരനായിരിക്കും. പക്ഷേ ബാക്കിയുള്ള മന്ത്രിമാർക്കൊന്നും അഴിമതി നടത്താൻ സാധ്യത കുറവാണ്. അതെല്ലാം പിണറായി വിജയൻ നിയന്ത്രിക്കും. മറ്റുള്ളവർക്ക് ആർക്കും കൊടുക്കാതെ കണ്ട് പണം മുഴുവൻ പുള്ളി സ്വന്തമാക്കുകയാണ്. ഈ പറയുന്ന പ്രവർത്തനത്തിൽ നിന്ന് മാറുന്ന ഒരു സമീപനമാണ് കോൺഗ്രസിനെ സംബന്ധിച്ചുണ്ടാവുക. എന്ന് മാത്രമല്ല, കേരളത്തിലെ ഭൂരിപക്ഷം വരുന്ന ഹൈന്ദവ ക്രൈസ്തവ ജനവിഭാഗങ്ങൾക്കെതിരായിക്കൊണ്ടുള്ള നടപടികൾ എടുക്കുന്ന കാര്യത്തിൽ കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വം ഇസ്ലാമിക തീവ്രവാദികളുമായിട്ട് കൈകോർത്ത് പിടിക്കുന്നൊരു സാഹചര്യം ഉണ്ടാവും. അപ്പം അങ്ങനെ വരുന്ന സമയത്ത് ആത്യന്തികമായിട്ട് കേരളത്തിലെ ക്രൈസ്തവരെ സംബന്ധിച്ചും ഹൈന്ദവരെ സംബന്ധിച്ചും കോൺഗ്രസിൻ്റെ ഭരണം എന്ന് പറയുന്നത് അത്യന്തം ദൂഷ്യകരമായിട്ടുള്ള ഭരണമാണ്. അവർ അടിയറ വയ്ക്കലിൻ്റെ പ്രശ്നം അതാണ്. അതൊരു ടോട്ടൽ സറണ്ടറിങ് ആണ്. കോൺഗ്രസ്സുകാരൻ ലീഗുകാരനെ പോയി കാണുന്നത് ആ കാൽക്കൽ പാണക്കാട് തങ്ങളുടെ കാൽക്കൽ വീഴുന്ന സമയത്ത് ഒരു പ്രാവശ്യത്തെ ഭരണമല്ല പോവുക, ആജീവനാന്തം കോൺഗ്രസിൻ്റെ കയ്യിൽ നിന്ന്, കേരളത്തിലെ ഹിന്ദുക്കളുടെ കയ്യിൽ നിന്ന്, കേരളത്തിലെ ക്രിസ്ത്യാനികളുടെ കയ്യിൽ നിന്ന് ഭരണം പോകുന്നൊരു സാഹചര്യമാണ് കോൺഗ്രസിൽ കൂടി സൃഷ്ടിക്കാൻ വേണ്ടിയിട്ട് ഇന്ന് പാണക്കാട് തങ്ങളും ആ തരം കൂട്ടരുകളിലെ തങ്ങളിക്കൽ ഹെജിമണിക്കാർ പൂർണ്ണമായിട്ട് ശ്രമിക്കുന്നത്. ആ ഒരു ശ്രമത്തിനാണ്. അതിലവർ വിജയിക്കുകയില്ല എന്നുള്ളതാണ് ചരിത്രം നോക്കുന്നത്. നമുക്ക് കമ്മ്യൂണിസ്റ്റുകാരൻ വന്നാലും കമ്മ്യൂണിസ്റ്റുകാരനും ഇവർക്ക് ഹിന്ദുക്കളെ സംബന്ധിച്ച് അനുകൂലം അല്ലെങ്കിൽ പോലും ഏതാണ് നല്ലതെന്നുള്ളത് ഹിന്ദുക്കളെ തിരഞ്ഞെടുക്കേണ്ട സാഹചര്യം നിലവിലിരിക്കുന്നുണ്ട്. പക്ഷെ ഒന്ന് വ്യക്തമാണ്, കേരളത്തിലെ ഹിന്ദുക്കളെ സംബന്ധിച്ചും ക്രിസ്ത്യാനികളെ സംബന്ധിച്ചും അവർ ഒന്നിച്ചു നിന്നില്ലെങ്കിൽ അവരെ അനുഭവിക്കാൻ പോകുന്ന ദുരന്തം, അവർ വരും തലമുറ അനുഭവിക്കുന്ന ദുരന്തം, അത് നമുക്ക് എണ്ണിത്തിട്ടപ്പെടുത്താൻ വേണ്ടി സാധ്യമല്ല. അതിഭീകരമായുള്ള ദുരന്തത്തിലേക്ക് ഈ വരുന്ന തെരഞ്ഞെടുപ്പുകൾ കേരളത്തിലെ ക്രൈസ്തവ ഹൈന്ദവ സമൂഹങ്ങളെ തള്ളിയിടുന്നുള്ള കാര്യത്തിൽ എനിക്കൊരു സംശയം എന്നെ സംബന്ധിച്ചില്ല.